$25,000 എൻ്റെ ഈ അക്കൗണ്ടിലെ ട്രേഡിംഗ് ക്യാപിറ്റലാണ്. വെറും 10,000 രൂപയൊക്കെ വെച്ച് ഒരു ദിവസം 1000ഉം 100ഉം ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആഗ്രഹിച്ചതാണ്, നല്ല ക്യാപിറ്റൽ വേണം, ഇന്നെടുക്കുന്ന 100 രൂപ 1000 രൂപ എൻ്റെ നാളത്തെ 1 ലക്ഷത്തിലേക്കും 10 ലക്ഷത്തിലേക്കും ഒക്കെ ആയിട്ടുള്ള ബേബി സ്റ്റെപ്പ് ആയിരിക്കും എന്നൊക്കെ. എനിവേ, ഈ വീഡിയോ എൻ്റെ മഹത്വം കാണിക്കാനുള്ളതല്ല, നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിക്കാനുള്ളതുമല്ല. അതിനായിട്ട് നമുക്ക് വേറെ പ്ലേലിസ്റ്റ് ഉണ്ട്. സോ സീറോ ടു ട്രേഡർ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. ദിസ് ഇസ് ഫോർ സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ജസ്റ്റ് ചാർട്ട്സ് ആൻഡ് ക്യാൻഡിൽസ്. ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ ആക്കിയെടുത്ത് ലൈഫിൽ സെറ്റ് ആവണം, ഫൈനാൻഷ്യലി ഫ്രീഡം ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ. അവർക്ക് ഈ വീഡിയോയിൽ തുടരാം. വെൽ, ചാപ്റ്റേഴ്സ് ചെക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് വാച്ച് ചെയ്യുക, സോ യു ഡോണ്ട് മിസ് എനി ഇൻഫർമേഷൻസ്. സോ ലിസൺ കെയർഫുള്ളി. ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക്, ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, പ്ലസ് കുറേ ഊഹാപോഹങ്ങളും അതൊക്കെ ക്ലിയർ ചെയ്യുക എന്നൊക്കെയാണ് ഈ വീഡിയോ പ്ലേലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അത് ശരി, അപ്പോൾ ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല അല്ലേ? ഇല്ല. എന്തായാലും അങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു 4-5 വർഷത്തിൻ്റെ ജീവിതാനുഭവം ഉണ്ട്. ഈ ജേർണിയിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. വെൽ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വെൽക്കം ടു സീറോ ടു ഫണ്ടഡ്, പവർഡ് ബൈ ദ ഫൈവേഴ്സ്. ദിസ് ഇസ് മിർസാദ് and you are watching Crypto Tribe. കുറച്ച് ഇംഗ്ലീഷ് ആവാം. Most trading education ends when you learn how to buy and sell a chart. But that is only the beginning. Nobody teaches you what comes after becoming a trader. How do professional traders manage large amount of capital? Why do companies trust complete strangers with hundreds and thousands of dollars? What separate someone who simply knows trading from someone who is trusted to trade professionally? And that is exactly what the series is about. ഈ ട്രൈബ് അക്കാഡമിയിൽ ട്രേഡിംഗ് കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ച പലർക്കും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫാക്ട്സും ഒക്കെയാണ് ഞാൻ മുകളിൽ ഷെയർ ചെയ്തത്. ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ് ബട്ട് എ ബിഗിനിങ്, സംതിങ് ബിഗർ ദാൻ ജസ്റ്റ് ട്രേഡിംഗ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഒരു നല്ല ഫൗണ്ടേഷൻ വേണം, അടിത്തറ സ്ട്രോങ് ആവണം. പിന്നെ നല്ലൊരു സ്ട്രാറ്റജി വേണം, അത് പഠിക്കണം. പിന്നെ അത് മാസ്റ്റർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ ഈ പ്രോസസ്സിലൊക്കെ നിങ്ങളുടെ കയ്യിലൊരു ക്യാപിറ്റൽ വേണം, ശരിയല്ലേ? ഇപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഫണ്ട്, അതാണല്ലോ ക്യാപിറ്റൽ. ഇപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ തുടക്കത്തിൽ വരുത്തിയേക്കാം, കയ്യിലെ ക്യാപിറ്റൽ ഒരു പോയിന്റിൽ എല്ലാം നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഒന്ന് സെറ്റായി നിങ്ങളുടെ ഒരു എഡ്ജ് കണ്ടുപിടിച്ചു എന്ന് തോന്നുന്ന മൊമെന്റിൽ പോക്കറ്റ് കാലി, നോ മോർ ക്യാപിറ്റൽ ലെഫ്റ്റ്, ബാക്ക് ടു സീറോ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി അല്ല, എൻ്റെ ലിമിറ്റേഷൻ ക്യാപിറ്റൽ ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു അത്. കാരണം ഞാൻ ഇന്ന് 10,000 രൂപ ക്യാപിറ്റൽ വെച്ച് 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ അത് 10% പ്രോഫിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം 10 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാൾ 1% പ്രോഫിറ്റ് എടുത്താൽ പോലും 10,000 രൂപ അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് ദിസ് ROI, റൈറ്റ്? സോ ഹൗ ഡു ഐ സോൾവ് ദിസ്? നൗ ദർ കംസ് ഫണ്ടഡ് ട്രേഡിംഗ് കോൺസെപ്റ്റ് ലൈക്ക് ദ ഫൈവേഴ്സ്. ഇനി അങ്ങോട്ടേക്കുള്ളത് കാണുമ്പോഴേ എന്താണെന്നറിയേ, കോടികൾക്കൊന്നും ഒരു വിലയില്ലേ എന്നൊക്കെ തോന്നിപ്പോവും. ക്വൈറ്റ് നാച്ചുറൽ. ഒരു കഥ ചൊല്ലട്ടുമാ? ഫ്യൂ ഡേയ്സ് ബാക്ക്, കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാരൻ്റ്ലി ഷീ സ്പെൻഡ് 4 lakh Indian rupee for a 10 lakh worth of trading fund. ഇപ്പോൾ ഫണ്ട് തിരിച്ചെടുക്കാൻ പറ്റണില്ല എന്നുള്ള പ്രോബ്ലം പറഞ്ഞിട്ടാണ് ഈ ലേഡി വിളിക്കുന്നത്. 10 പോയിട്ട് കൊടുത്ത 4 പോലും കിട്ടിയില്ല എന്നൊക്കെയാണ് വിളിച്ച് പരാതി പറഞ്ഞത്. ഈ ഫണ്ടഡ് പ്ലാറ്റ്ഫോംസുകളുടെ പേര് നടക്കുന്ന ഒരു ടൈപ്പ് സ്കാം ആണിത്. അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നതിനൊക്കെ മുന്നേ വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ഷെയർ ചെയ്യാം. സോ ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 1, എന്താണ് പ്രോപ്പ് ഫേംസ്? പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസ് എന്താണ്? ഈ ഒരു സീൻ ആലോചിച്ച് നോക്കുക. നിങ്ങൾ നല്ല കൺസിസ്റ്റന്റ് ആയി, ഡിസിപ്ലിൻഡ് ആയി, പ്രോപ്പർ റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണ്? ക്യാപിറ്റൽ. എനിക്കതായിരുന്നു. ആണെങ്കിൽ അത് തരാൻ റെഡി ആയിട്ടുള്ള ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി isn't that a good game? Because if you trade well, you make money, they get the profit. Obviously it's a win-win, right? So that is prop firms or proprietary firms. So they will give you a really huge capital for a very small entry price. So this is not a security deposit, this is not a buying price, this is an entry price. ഈ ട്രേഡിംഗ് അക്കൗണ്ടുകൾ മേടിക്കാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കൂടാതെ വളരെ ഈസിയുമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫൈവേഴ്സിൻ്റെ കേസിൽ 2.5 lakh അഥവാ $2,500 ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വെറും 2,000 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 10 കോടിയുടെ ഫണ്ട് അക്കൗണ്ട് കിട്ടും. സോ ദിസ് ഇസ് നോട്ട് ഫേക്ക്, ബട്ട് ദ catch is you have to show that you are worthy of the account. That's all. So you enter with the price and then you prove them that you are best at trading, and then you get to keep the account. Show them by trading that you are capable of managing such funds by a profitable and disciplined method.
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് തിങ് വർക്ക്? ഇതെങ്ങനെ ശരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് മേടിക്കണം. അതും വെരിഫൈഡ് ആയിട്ടുള്ള ഫൈവേഴ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഒരുപാട് ഉടായ്പകൾ മാർക്കറ്റിലുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ചൂസ് ഫൈവേഴ്സ് ഫോർ ദിസ് പ്ലേലിസ്റ്റ്. 10 വർഷമായിട്ട് ഈ മാർക്കറ്റിലുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടു ഗെറ്റ് ബെറ്റർ ഫണ്ട് ഫ്രം എ വെരിഫൈഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം, Fiverr is the best option. Through us, you may also get some discount. ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ മേടിച്ച് കാശ് പോയി, കുറേ കാശ് കൊടുത്ത് പറ്റിക്കപ്പെട്ടു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി പോയി ചാടേണ്ട ആവശ്യമില്ല. വെരിഫൈഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം നിങ്ങൾ അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യുക. അവർ പറയുന്ന റൂൾസ് ഫോളോ ചെയ്ത് ഈ അക്കൗണ്ടുകൾ നിങ്ങൾ പാസ്സാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ട് കീപ്പ് ചെയ്യാം. 80 to 100% പ്രോഫിറ്റ് ഷെയറും കീപ്പ് ചെയ്യാം. അപ്പോൾ പ്രോപ്പറായി ട്രേഡ് ചെയ്ത് റിസ്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ്. എന്തായാലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഡു ഷെയർ ദിസ് വിത്ത് യുവർ ഫോക്സ്, ഫാമിലി, ട്രേഡേഴ്സ് ആൻഡ് ക്രിപ്റ്റോ ഫ്രണ്ട്സ്. ദ ക്യാച്ച് ഇസ്, നല്ലപോലെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80% മുതൽ 100% വരെ പ്രോഫിറ്റ് ഷെയർ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് ഫൈവേഴ്സ്. സോ യു പ്ലേ വെൽ, യു വിൻ, they also win. Sounds too good to be true, but it is actually true, bro. Now imagine this, you do well, okay? നല്ലപോലെ നിങ്ങൾ പെർഫോം ചെയ്തു. നിങ്ങളുടെ ഗ്രോത്ത് ഒരിക്കലും നിങ്ങളുടെ ക്യാപിറ്റൽ ലിമിറ്റിൽ നിൽക്കില്ല. യു ക്യാൻ ഗ്രോ ഫർദർ ആൻഡ് far more better than with your real capital. Now another ultimate most important question, why are these people giving you fund? Why macha? Why? Okay, let me tell you. See, ഇതൊരു പാർട്ട്ണർഷിപ്പ് പോലെയാണ്. You trade well, they make money, you make money, happy. ഈ പ്ലാറ്റ്ഫോമുകളും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സിനെ അല്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺസിസ്റ്റൻ്റ് ആയി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവർക്ക് ആവശ്യം. അനദർ മോസ്റ്റ് അൾട്ടിമേറ്റ് ഓർ ദ ടോപ്പ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വൈ ദ ഫൈവേഴ്സ്? പ്രൊമോഷനും ആണോടെ ബ്രോസ്. കുറേ ഇഷ്യൂസ്, കൺസേൺസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഉള്ളിൽ കേൾക്കുന്നു. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ആൾക്കാർ അറിയാതെയും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ പൈസ കളഞ്ഞിട്ടാണ് വരുന്നത്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും പുറത്തും ഒരുപാട് പേര് പെട്ടു നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ ഈ വീഡിയോ ഒറ്റയ്ക്ക് ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് ദാറ്റ് ഇസ് ലൈക്ക് പോസ്റ്റിംഗ് ആൻഡ് ഗോസ്റ്റിംഗ്. സോ ഇതിനെപ്പറ്റി കൂടുതൽ എഡ്യൂക്കേഷൻ വേണം, അവയർനെസ് വേണം, അതിന് നല്ലൊരു എക്കോസിസ്റ്റം വേണം. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൂടെ വേണം. അവിടെ റിസോഴ്സസ് വേണം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം, അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. ദാറ്റ് ഇസ് വൈ ഐ ചൂസ് ഫൈവേഴ്സ് ഫോർ ഷുവർ. സോ പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്യുന്നതും നിലവിൽ ടോപ്പ് 3ൽ നിൽക്കുന്നതുമായതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ചൂസ് ചെയ്തു. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ഫൈവേഴ്സ് റെഡിയാണ്. ഓൾസോ ട്രൈബ് അക്കാഡമിയിൽ ഫോളോ ചെയ്യുന്ന ഫിലോസഫിയും ഇവരുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ടു ഗെറ്റ് ഫണ്ടഡ് യു ഷുഡ് ഡു പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, ഹാവ് എ ഗുഡ് കൺസിസ്റ്റൻസി ഇൻ ട്രേഡിംഗ്, gives you a long-term growth. You should have a long-term growth mentality and also makes you a disciplined trader. Anyway, ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? അതൊരു ചോദ്യമാണ്. ഈ ഫണ്ട് അക്കൗണ്ടുകൾ ട്രേഡിംഗ് തൊട്ട് പാസ്സാക്കിയെടുക്കുന്നത് വരെ, പിന്നെ പേ ഔട്ട് എടുത്ത് അതുപോലെ തന്നെ ആ പേ ഔട്ട് വെച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? കാരണം 1 അല്ല 10 അല്ല 1000-ലധികം ഫണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാനും പറ്റും. ഇതിലൂടെ വെൽത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെ എനിക്ക് അറിയാവുന്നതും എൻ്റെ മെൻറ്റേഴ്സിൽ കൂടെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേലിസ്റ്റ്. കുറച്ച് പൈസ ഉണ്ടാക്കി ഇപ്പോഴത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന മൈൻഡ് സെറ്റുമായിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സ്കിപ്പ് ചെയ്തോ. സീരിയസ് ആയിട്ട് നിങ്ങൾ ഇതിലൂടെ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്ത് ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ ഷിഫ്റ്റ് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം, ഒരു എയിം നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടെ പിടിച്ചോ. ദിസ് പ്ലേലിസ്റ്റ് ഇസ് ഫോർ യു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ ഗോൾ isn't just to become funded, the goal is to become fundable so that you have to be a better trader. So sign up today. I'm leaving the link in the description. Subscribe for a better tomorrow and buckle up because things are gonna get very interesting and serious. Godspeed.